ഹലോ, ഇത് നമ്മൾ ഡബിൾ ചട്ടി മീൻകറിയാണ് വെക്കുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീൻകറി വെച്ച് കഴിഞ്ഞാൽ വളരെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അത് ഈ കുടംപുളി ഇട്ട് മുളക് കറിയായിരിക്കും വെക്കുന്നത്. ഉച്ചത്തേക്ക് മാത്രമേ അത് തികയൂ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചതാണേ. 2 ചട്ടിയിൽ കറിയാക്കി. അപ്പം അതുകൊണ്ട് കറി വൈകിട്ടത്തേക്കും വേണമെങ്കിൽ നാളെ രാവിലത്തേക്കും തികയുമല്ലോ. വീഡിയോ എടുക്കാൻ കൂടെ ആരുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തക്കാളിയൊക്കെ അരിയുന്നതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി ഇവയൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുടംപുളി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കുടംപുളി ചേർക്കുവാണേ. മുളക് പൊടി 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ. മല്ലിപ്പൊടി സാധാരണ ഇടാറില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് ഇളക്കണം. കരിക്ക് പിടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ കറി. അപ്പം ഇത് ചെറിയ തീയിലിട്ട് വഴട്ടി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളം ചേർക്കേനെ. കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമേ കുറേ വെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ കറി വെള്ളം പോലെ ഇരിക്കും. ഇതാകുമ്പോൾ തിളച്ചതിന് ശേഷം ഇച്ചിരി വെള്ളം കൂടെ എടുക്കണം. അപ്പം കുറുകി വരും കറി. അടുത്തതിൽ നമുക്ക് മുളക് മിക്സ് ചേർക്കാവേ. 1 സ്പൂൺ, 2 സ്പൂൺ, 3 സ്പൂൺ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത്തിരി ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഇത്രയും കൂടെ ഉലുവാപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി ഇതിലും കൂടി. ഇതിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഇതും കുറച്ചും കൂടി വെള്ളം ചേർക്കാം. നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നത് വരെ ഇത് മൂടി വെച്ചേക്കാവേ. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ടേ. ഇതിനകത്തേക്ക് നമുക്ക് മീനിടാം. ചെങ്കലവയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നന്നായിട്ട് കറി തിളച്ചിട്ട് മാത്രം ഇടണം. അല്ലെങ്കിൽ പിന്നെ മുള്ളൊക്കെ പെട്ടെന്ന് ഇളകും, പൊടിഞ്ഞു പോകും. നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം തിളച്ചതിന് ശേഷം. നമ്മുടെ മീൻ കറി എന്തായാലും നോക്കാവേ. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. താങ്ക് യു.